അയോധ്യ ക്ഷേത്രവും അതേപോലെ തന്നെ സോമനാഥ ക്ഷേത്രവും ഒക്കെ തകർക്കാൻ പദ്ധതിയിട്ട ഭീകരനെ കയ്യോടെ പിടികൂടി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടത് പാക് ചാര സംഘടനയായ ISI. ഫരീദാബാദിൽ പിടിയിലായ ഭീകരന്റെ പാക് ബന്ധം ഗുജറാത്ത് ATS സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ ISI ബന്ധം സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ഭീകരന് പിടികൂടിയ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്നലെയാണ് ഈ ഭീകരനെ പിടികൂടിയത്. ഇയാൾക്ക് പാക് ചാര സംഘടനയുമായി ബന്ധമുണ്ട്. അയോധ്യ ക്ഷേത്രം മാത്രമല്ല, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും തകർക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. ഇതിനു മുന്നോടിയായി അയോധ്യ ക്ഷേത്രത്തിൽ ഇയാൾ നേരത്തെ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇയാളുടെ കൂട്ടാളികൾ, അതേപോലെ തന്നെ ഇയാളുടെ ആസൂത്രണത്തിന് ഇയാൾ തയ്യാറാക്കിയ റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തിയിട്ടുണ്ടോ ഗൗതം? വിനോദ്, ഇയാൾ പിടിയിലായതിലൂടെ വലിയ ഭീകരാക്രമണ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ തകർത്തിരിക്കുന്നത്. ഗുജറാത്ത് ATSന്റെ സമയബന്ധിതമായ ഇടപെടൽ ഭീകരരുടെ പല നീക്കങ്ങളും പൊളിച്ചിരിക്കുകയാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അയോധ്യ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ പാക് ചാര സംഘടനയായ ISI ലക്ഷ്യമിട്ടു എന്നുള്ളതാണ്. ഇതിലൂടെ ISI ഉദ്ദേശിക്കുന്നത് രാജ്യത്തൊരു വലിയ വർഗീയ കലാപം രൂപപ്പെടുത്തുക. കാരണം അയോധ്യയും സോമനാഥൊക്കെ പോലെയുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിനിടയിൽ രൂപപ്പെടുകയും ആ അരക്ഷിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് രാജ്യത്തിനകത്ത് വിഘടനവാദത്തിൻ്റെ വിത്തുകൾ കൂടുതൽ ശക്തമായി വിതയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാക് ചാര സംഘടനയായ ISIക്ക് ഉണ്ടായിരുന്നത്. ആ ISI ചാരനെയാണ് ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും ഗുജറാത്ത് ATSും അതോടൊപ്പം തന്നെ ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ ലഭ്യമാകുന്ന വിവരം 2-3 സ്ഥലങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച അയോധ്യയിലെ രാമക്ഷേത്രമാണ്. കാരണം രാമക്ഷേത്രം വളരെ മുൻപ് തന്നെ ഇസ്ലാമിക ഭീകരരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. അതിൻ്റെ ചരിത്രം പറയാതെ തന്നെ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ സോമനാഥ ക്ഷേത്രവും അയോധ്യ പോലെ തന്നെ മുൻപ് അധിനിവേശ ശക്തികൾ തകർക്കുകയും പിന്നീട് ഭാരതത്തിൻ്റെ ഹിന്ദു രാജാക്കന്മാരും അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെയായ സർദാർ വല്ലഭഭായ് പട്ടേലും KN മുൻഷിയും ഒക്കെ ചേർന്നാണ് പിന്നീട് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത്. അതിനാൽ ഇതെല്ലാം ഇസ്ലാമിക ഭീകരവാദികൾ, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തേക്ക് അധിനിവേശം നടത്തിയ ഈ ഇസ്ലാമിസ്റ്റുകളുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് അഭിമാനിക്കുന്ന മതതീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റുകളാണ്. അതിനാൽ തന്നെ അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ സുരക്ഷാ സേനയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒക്കെ വിന്യസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഭീകര സംഘടനകളും പാകിസ്ഥാന്റെ ചാര സംഘടനയായ ISIയും ഒക്കെ ഈ ക്ഷേത്രങ്ങളും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ അബ്ദുൾ റഹീം എന്ന ഈ 19 ചോദ്യം ചെയ്യുന്നതിലൂടെയും ഈ സുരക്ഷാ സേനയ്ക്കും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുമൊക്കെ ലഭ്യമാകുന്ന വിവരം. ഏതായാലും പ്രധാനമായും ഇയാളും ഇയാളുടെ കൂട്ടാളികളും ലക്ഷ്യമിട്ടത് അയോധ്യ, അതോടൊപ്പം തന്നെ സോമനാഥം എന്നീ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ കുംഭമേളയിൽ ഒരു ആക്രമണ പദ്ധതി ഇവർ ആദ്യം ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ UP പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരുക്കിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതിനാൽ കുംഭമേളയിൽ ഒരു അതിക്രമം കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയോധ്യയിലും സോമനാഥിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് തങ്ങൾ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഈ അബ്ദുൾ റഹീം നൽകിയിട്ടുള്ള മൊഴി. ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം താൻ പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ISIയുമായി തനിക്കുള്ള ബന്ധവും ഇയാൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഗുജറാത്ത് ATS നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും രാജ്യത്ത് നടത്താൻ ഭീകരശക്തികൾ തീരുമാനിച്ച, പ്രത്യേകിച്ച് പാക് ഭീകരശക്തികൾ തീരുമാനിച്ച വലിയ ഭീകരാക്രമണമാണ് ഈ ഗുജറാത്ത് ATSന്റെ വലിയ നീക്കത്തിലൂടെ ഇപ്പോൾ പൊളിച്ച് കൈ കൊടുത്തിരിക്കുന്നത്. വിനോദ്, അതെ, തീർച്ചയായും വലിയ ഒരു നീക്കം തന്നെയാണ്. ഈ ഭീകരനെ കയ്യോടെ പിടികൂടിയതോടുകൂടി അയോധ്യ, അതേപോലെ തന്നെ സോമനാഥ ക്ഷേത്രം അടക്കമുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്ത് നമ്മുടെ എല്ലാ മതസൗഹാർദ്ദവും അല്ലെങ്കിൽ രാജ്യത്തെ കലാപം ഉണ്ടാക്കാനുള്ള വലിയൊരു ശ്രമത്തിനാണ് കൃത്യമായി തടയിടാനും കൃത്യമായി അത് പിടികൂടാനും സാധിച്ചത്. ഇനിയും ചോദ്യം ചെയ്യലൂടെ വന്ന രാജ്യം മാറിപ്പോയി. അതെ, വന്ന ഉടനെ തന്നെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായി തടയാൻ കഴിഞ്ഞു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിന്മേലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഗൗതം നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത.